ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിക്കാൻ ടേസ്റ്റിനോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായും വൈകുന്നേരം ചായയോടൊപ്പം സ്നാക്സായും കഴിക്കാവുന്ന നല്ലൊരു പലഹാരം അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. വെജിറ്റബിൾസും നുറുക്കുഗോതമ്പാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ്. പക്ഷെ നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ മറ്റേത് മീറ്റ് വെച്ച് ഉണ്ടാക്കുന്ന സ്നാക്സിനേക്കാളൊക്കെ കിടലൻ ടേസ്റ്റിൽ ഈസി ആയി തന്നെ ഇതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അതിനു മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും നിങ്ങൾക്ക് എന്റെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾ പുതുതായി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം മിസ്സാവാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തണേ. ഇതിലേക്കുള്ള നുറുക്കുഗോതമ്പ് ആദ്യം ഒന്ന് കുതിർക്കാനായി വെള്ളത്തിലിടാം. അതിനായി ഞാൻ 1/2 കപ്പ് നുറുക്കുഗോതമ്പ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മറ്റു ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് വരെ മൂടി വെച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിൽ 4 കോഴിമുട്ട എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാൽ ചേർക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സാധാരണ ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ സ്നാക്ക് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ടാണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിലൊന്നും ഒരു കുറവും വരില്ല. സ്നാക്കിന്റെ ടെക്സ്ചറിൽ ചെറുതായിട്ടൊരു മാറ്റം വരുന്നു മാത്രം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഞാൻ വെജിറ്റബിൾസിന്റെ കൂടെ പച്ചമുളക് തീരെ ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സ്നാക്സിൽ അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട മിക്സ് ആക്കിയതിന്റെ ഒപ്പം ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടെ ചേർക്കാട്ടോ. ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത് ഞാൻ ഇതിലേക്ക് ഏതെല്ലാം വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ഇന്ന വെജിറ്റബിൾ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. ഞാൻ 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം കാബേജ് ആണ്. പിന്നെ സബോളയ്ക്ക് പകരം സ്പ്രിംഗ് ഒണിയനാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇതിന് നല്ലൊരു ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഏകദേശം 150 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. സബോളയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയൊരെണ്ണം ചോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 100 ഗ്രാം ബ്രൊക്കോളി കൂടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ക്യാപ്സിക്കം എടുക്കാം. ബ്രൊക്കോളി ഞാൻ കുറച്ച് വെള്ളം ഉപ്പ് ചേർത്ത് ചൂടാക്കിയതിന് ശേഷം അതിലിട്ട് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതാണിത്. എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 5-6 വെളുത്തുള്ളി കൂടെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ബ്രൊക്കോളി അല്ലാത്ത ബാക്കി എല്ലാ വെജിറ്റബിളും ചെറുതായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനായി പാൻ ചൂടാക്കി ഇതിലേക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴുകി ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാൻ എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബട്ടറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്തൊന്ന് മൂപ്പിക്കാം. അതിനുശേഷം എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് ചേർത്ത് 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റാം. വെജിറ്റബിൾസിന്റെ എല്ലാം ആ ഒരു റോസ്മെൽ ഒന്ന് മാറണം, അത്രേ വേണ്ടോ. ബ്രൊക്കോളി നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തത് കൊണ്ട് അതിപ്പോ ചേർക്കേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ട് വഴറ്റിയാലേ വെജിറ്റബിൾസിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ പുറത്തു വരാൻ തുടങ്ങും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിന്റെ ചൂട് ചെറുതായി അറിയാൽ നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള നുറുക്കുഗോതമ്പ് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ചേർക്കാം. പിന്നെ ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിന്റെ ഒരു 1/4 ഭാഗത്തോളം ഇപ്പൊ ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നമുക്ക് ഓവനിൽ വെച്ചോ അല്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ മൈക്രോവേവ് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരു ഗ്ലാസ് ട്രേയിൽ നല്ല പോലെ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ട്രേയുടെ പകുതിയോളം വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മോസറല്ല ചീസ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ചീസ് കൂടെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഇഷ്ടം ഉണ്ടാവും ഇത് കഴിക്കാന്. ഇനി നമുക്ക് വീണ്ടും ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിന് മൈക്രോവേവ് ഓവനിലാണെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതെടുത്ത് ഇതിന് മുകളിൽ ബാക്കിയുള്ള ബാറ്റർ മുഴുവനായി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ചുകൂടെ ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ആദ്യം ഒരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓവനിൽ ഒരു 5 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം. ചൂടൊന്ന് അറിയതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഓവനിലില്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ തീർച്ചയായും പെർഫെക്റ്റ് ആയി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ബേക്ക്ഡ് പാസ്ത സ്റ്റൗ ടോപ്പിൽ വെച്ച് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് കമന്റ് ആയി അറിയിക്കണം എന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ആയി തന്നെ അറിയിക്കാം കേട്ടോ.
അപ്പൊ ഇൻഷാല്ല ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ, അസ്സലാമലൈക്കും.